നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രവൃത്തി മോശമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഗവർണറെ പോലെ തന്നെ സംസ്ഥാന സർക്കാരും മോശമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഗവർണറുടെ പ്രവൃത്തി മോശമാണ്, സർക്കാരും മോശമാവുന്നു. ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവർ ജനങ്ങളെ സഹികെടുത്തുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവാരത്തിലും താഴെയാണ് സംസ്ഥാന സർക്കാരെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാരും കണക്ക്, ഗവർണറും കണക്ക് എന്ന നിലയിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ജനങ്ങൾ സഹികെട്ട് മടുത്തു എന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളെ അദ്ദേഹം ചിരിച്ച് തള്ളിക്കളഞ്ഞു. PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പരിക്കും പറ്റില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബീഹാറിലെ നിതീഷ് കുമാർ എന്നും വേലിപ്പുറത്തായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണി യോഗത്തിൽ തന്നെ നിതീഷ് മറുകണ്ഠം ചാടും എന്ന സംശയമുണ്ടായിരുന്നു. ഈ നിലപാട് മാറ്റത്തിന് നിതീഷിന് ജനങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനയാത്രാ നിരക്കിൻ്റെ വർധന പാർലമെൻറ്റിൽ ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീർത്ഥാടകർക്ക് എംബാർക്കേഷൻ പോയിന്റ് ഇനി മാറ്റാൻ സമയമുണ്ടാകില്ല. നിരക്ക് കുറയ്ക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടണം. നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങാത്തതിൻ്റെ പേരിൽ ഹാജിമാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. അതേസമയം കരിപ്പൂരിലെ ഹജ്ജ് യാത്രാ നിരക്ക് വർധനയിൽ എയർ ഇന്ത്യക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാനും നേരത്തെ രംഗത്ത് വന്നിരുന്നു. വിദേശ കമ്പനികൾ പോലും ആവശ്യപ്പെടാത്ത തുകയാണ് എന്നാണ് മന്ത്രി വിമർശിച്ചത്. നിരക്ക് വർധന അംഗീകരിക്കാനാവില്ലെന്നും നിരക്ക് കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്നും എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യയെ ജനങ്ങൾ ബഹിഷ്കരിച്ചാൽ അവർ എന്ത് ചെയ്യുമെന്നും മന്ത്രി ചോദിക്കുന്നു. രണ്ടാം പുറപ്പെടൽ കേന്ദ്രം നൽകിയവരെ മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. എയർ ഇന്ത്യയുടെ മറുപടി അനുസരിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. എയർ ഇന്ത്യയുടേത് കരിപ്പൂരിനെ തകർക്കാനുള്ള നിലപാടാണ് എന്ന് കരുതുന്നില്ല. കരിപ്പൂരിനെ വികസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരെത്തുന്ന വിമാനത്താവളത്തിൽ ഉയർന്ന യാത്രാനിരക്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടായേക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.